കഴിഞ്ഞ ഒരാഴ്ചയായി നാം ധാരാളം ദുരിതമായ വാർത്തകൾ, ധാരാളം ദുരന്തങ്ങൾ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വിനോദയാത്രയ്ക്ക് പോയ ടീച്ചർമാർ, കുട്ടികൾ ഉൾപ്പെടെയുള്ള ഒരു സംഘം മരണപ്പെട്ടു. വാൾപ്പാറയിലുണ്ടായ ആ വാഹനാപകടം നമ്മുടെ മനസ്സുകളിൽ വളരെയധികം വിഷമമുണ്ടാക്കിയതാണ്. അതുപോലെ തന്നെ നമ്മുടെ തൃശ്ശൂർ ജില്ലയിലുണ്ടായ വെടിക്കെട്ട് അപകടം, അങ്ങനെ മനുഷ്യൻ്റെ മനസ്സുകളിൽ, നമ്മുടെ എല്ലാവരുടെയും മനുഷ്യ മനസ്സുകളിൽ വളരെയധികം നൊമ്പരവും വേദനയും ഉണ്ടാക്കിയതായ അപകടങ്ങൾ, ദുരന്തങ്ങൾ കഴിഞ്ഞ ആഴ്ചകളിൽ നാം കേട്ടറിഞ്ഞവരാണ്. അതുപോലെ തന്നെ ക്ഷുദ്രജീവികളായ പാമ്പിൻ്റെയും മറ്റ് വസ്തുക്കളുടെയും ജന്തുക്കളുടെയും ഉപദ്രവമേറ്റ് മരണപ്പെട്ട കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ, അതുപോലെ തന്നെ ആഗോള തലത്തിൽ നോക്കുകയാണ് എങ്കിൽ അമേരിക്കയുടെയും അവരുടെ സഹായ രാഷ്ട്രങ്ങളുടെയും ഗൾഫ് രാജ്യങ്ങളും ഇറാനുമായുണ്ടായ വിഷയങ്ങളെല്ലാം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉൾപ്പെടെ വളരെയധികം വിഷമങ്ങളും വേദനകളും ഉണ്ടാക്കിയ വാർത്തകൾ നാം കണ്ടും കേട്ടും അറിഞ്ഞവരാണ്. ഇത്തരത്തിലുള്ളതായ ദുരന്ത വാർത്തകൾ, വിഷമ വാർത്തകൾ നമ്മിലേക്ക് വരുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, ഒരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന് ഈ വാർത്തകളിൽ നിന്നെല്ലാം, ഈ ദുരന്തങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നുമെല്ലാം അവൻ ഉൾക്കൊള്ളേണ്ടതായ ഒരു പാഠമുണ്ട്. ഓരോ അപകടങ്ങളും ഓരോ വിപത്തുകളും ഒരു മുഅ്മിനായ മനുഷ്യന്റെ മുന്നിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അറിയിക്കുമ്പോൾ ആ ദുരന്തത്തെ മുന്നിൽ കണ്ടുകൊണ്ട് ഒരു മുഅ്മിനായ മനുഷ്യൻ ചെയ്യുവാനുള്ള കടമ എന്താണ് എന്നാൽ ആ ദുരന്തങ്ങളെ വെച്ചുകൊണ്ട് അവൻ്റെ ജീവിതത്തെ, അവൻ്റെ സ്വഭാവത്തെ, അവൻ അഭിമുഖീകരിക്കുന്ന ആ ഒരു വിഷമഘട്ടത്തെ എങ്ങനെയാണ് അവൻ നേരിടുന്നത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വ്യക്തമായി വിശദമായി ഓരോ മനുഷ്യനിലേക്കും, പ്രത്യേകിച്ച് ഓരോ വിശ്വാസിയിലേക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല നിരീക്ഷിക്കുന്നതാണ്. അങ്ങനെ വളരെയധികം പരീക്ഷണങ്ങളുടെയും നിരീക്ഷണങ്ങളുടെയും വളരെയധികം ദുരിതങ്ങളുടെയും ഒരു കൂട്ടമാണ് നമ്മുടെ ജീവിതം എന്നുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, ലഖദ് ഖലഖനൽ ഇൻസാന ഫീ കബദ്. മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല ക്ലേശതരത്തിൽ നിന്നാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ടുകളിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല എന്നെയും നിങ്ങളെയും നാം അടങ്ങുന്ന മനുഷ്യ സമൂഹത്തെയും സൃഷ്ടിച്ചിട്ടുള്ളതെന്ന് സൂറത്തുൽ ബലദിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശദമാക്കുകയാണ്. നിരവധി അനവധി വിഷമങ്ങളും ദുരിതങ്ങളും ദുരന്തങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക്, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക്, നമ്മുടെ സാമൂഹ്യപരമായ കുടുംബ ജീവിതത്തിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. ഒരു മനുഷ്യന്റെ ജീവിതത്തിലേക്ക് ദുരിതങ്ങൾ എവിടം വരെ, എപ്പോൾ വരെ വന്നുകൊണ്ടിരിക്കുമെന്ന് പറഞ്ഞാൽ അവൻ മരിക്കുന്ന സമയം വരെയും ഒരു മനുഷ്യന്റെ ജീവിതം ദുരിതത്തിലാണ്. ഒരു മനുഷ്യനെ ജീവിക്കുന്നത് തന്നെ അവന്റെ ദുരിതത്തിലാണ്. ഒരു മനുഷ്യൻ മരിക്കുന്നതോടുകൂടി അവന്റെ ദുരിതം തീരുമോ? അവന്റെ ദുരിതം മരണം കൊണ്ടും തീരുന്നില്ല എന്നാണ് പണ്ഡിതന്മാർ നമുക്ക് വിശദമാക്കി നൽകുന്നത്. കാരണം എന്തേ? ആ ദുരിതങ്ങൾ, ദുനിയാവിൽ വെച്ച് അവർക്ക് നേർക്കുണ്ടായതായ ദുരിതങ്ങൾ അവസാനിക്കണമെങ്കിൽ, മരണത്തോടുകൂടി അവസാനിക്കണമെങ്കിൽ, ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ അവൻ ഈ ദുരിതങ്ങൾ നേരിടുമ്പോൾ അവൻ എപ്രകാരമുള്ളതായ ഒരു മനസ്ഥിതിയിലായിരുന്നു, അവന്റെ പെരുമാറ്റം എപ്രകാരമായിരുന്നു, ആ പെരുമാറ്റത്തെ വീക്ഷിച്ചുകൊണ്ടായിരിക്കും ഖബർ മുതൽ തുടങ്ങുന്നതായ ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് സമാധാനം നൽകുന്നത് എന്നും പണ്ഡിതന്മാർ നമുക്ക് മനസ്സിലാക്കുന്നു. സഹോദരങ്ങളെ, നമുക്കറിയാം, ഓരോ ദുരിതങ്ങൾ വരുമ്പോൾ, ഓരോ മരണങ്ങൾ വരുമ്പോൾ, നാം നമ്മുടെ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, നമ്മുടെ ഏറ്റവും അടുത്തതായ ഒരു ബന്ധു, അല്ലെങ്കിൽ ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഭാര്യ, ഭർത്താവ്, മക്കൾ മരണപ്പെടുമ്പോൾ പലപ്പോഴും നമ്മുടെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങൾ അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖദർ ഖളാഇനെ ചോദ്യം ചെയ്തുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഈമാനിനെ പോലും ചോദ്യം ചെയ്യപ്പെടുന്ന തരത്തിലുള്ള വർത്തമാനങ്ങൾ നമ്മുടെ വായിൽ നിന്നും വന്നുപോയാൽ നമ്മുടെ പരലോകവും നമ്മുടെ ഖബറിന് ശേഷമുള്ള ജീവിതവും ഇതിനേക്കാൾ വലിയ ദുരിതത്തിലേക്കായിരിക്കും ചെന്നവസാനിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ. ഇത്തരത്തിലുള്ളതായ ദുരിതങ്ങളും ദുരന്തങ്ങളും വരുമ്പോൾ നാം എന്താണ് ചെയ്യേണ്ടത്? അതാണ് ഇവിടത്തിൽ ഓതി വെച്ചതായ ആയത്തിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഅ് വനഖസിം മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ. നിശ്ചയമായും നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും
വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ അംവാൽ, നിശ്ചയമായും ഭയം കൊണ്ടും വിശപ്പ് കൊണ്ടും, വനഖസിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്സമറാത്ത്, കൃഷിയിലുണ്ടാകുന്ന നാശം, കൃഷിയിലുണ്ടാകുന്നതായ നഷ്ടം, അതുപോലെ തന്നെ അടുത്ത ആളുകളുടെ മരണം, അങ്ങനെയുള്ളതായ മുസീബത്തുകൾ കൊണ്ട് നാം അടിമയെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബാക്കി പറയുകയാണ് വബശ്ശിരിസ് സ്വാബിരീൻ, പക്ഷേ ക്ഷമാശീലർക്ക് സന്തോഷവാർത്ത അറിയിക്കുക. ഇങ്ങനെയുള്ളതായ നഷ്ടങ്ങളും കഷ്ടങ്ങളും ക്ലേശതകളും ഉണ്ടാകുമ്പോൾ സന്തോഷവാർത്ത അറിയിക്കുവാനുള്ളത് അത് അള്ളാഹുവിൻ്റെ വിധിയാണ്. അത് അള്ളാഹുവിൻ്റെ വിധിയാണ്, ഖദറാണ്, ഖലാഅ് ആണ്. ഞാൻ ജനിക്കുന്നതിന് 50 വർഷം മുന്നേ, 500 വർഷം മുന്നേ തന്നെ അള്ളാഹു സുബ്ഹാനഹു വ തആല നടപ്പിലാക്കുവാൻ ഉദ്ദേശിച്ച കാര്യമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതിൽ ഞാൻ അഗാധമായി ദുഃഖിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നഫ്സിനെ, ശരീരത്തെ, സ്വന്തത്തെ സമാധാനിപ്പിക്കുന്ന ക്ഷമയുള്ളവർക്കാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകുമെന്ന് സന്തോഷ വാർത്ത അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയുള്ളതായ ആളുകളുടെ പ്രത്യേകത എന്താ? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, അങ്ങനെയുള്ളതായ ഒരു കൂട്ടം ആളുകളുണ്ട്. ആ കൂട്ടം ആളുകളിലേക്ക് ഇദാ അസ്വാബതുഹും മുസീബ, എന്തെങ്കിലും തരത്തിലുള്ളതായ മുസീബത്തുകൾ വരികയാണെങ്കിൽ, എന്തെങ്കിലും തരത്തിലുള്ളതായ മുസീബത്ത് സംഭവിക്കുകയാണെങ്കിൽ, ഖാലൂ ഇന്നാ ലില്ലാഹ്, അവർ അല്ലാഹുവിനെ ഓർക്കും. ഓർത്തുകൊണ്ട് അവർ പറയും, ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിലേക്ക് തന്നെ മടങ്ങുന്നവരാണ്. ഇന്നാ ലില്ലാഹ്, ഞങ്ങൾ അല്ലാഹുവിൽ നിന്നുള്ളവരാണ്. നമുക്കറിയുമല്ലോ സഹോദരങ്ങളെ, ഇന്നാ ലില്ലാഹ്, നാം അല്ലാഹുവിൽ നിന്നുള്ളവരാണ്. നാം ഈ ദുനിയാവിലേക്ക് നമ്മുടെ ഉമ്മ നമ്മെ പ്രസവിച്ചിട്ടപ്പോൾ നമുക്ക് ഈ കാണുന്ന അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടായിരുന്നു. നമുക്ക് വേണ്ടത്ര സമ്പത്തുണ്ടായിരുന്നു, എണീറ്റ് നടക്കുവാനുള്ള ആരോഗ്യമുണ്ടായിരുന്നു. എന്തിനേറെ, ദാഹിച്ചാൽ വെള്ളം കുടിക്കുവാനുള്ള ആരോഗ്യം പോലും ഇല്ലാതെയല്ലേ എന്നെയും നിങ്ങളെയും അടങ്ങുന്ന മനുഷ്യ സമൂഹത്തെ മുഴുവനും അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ദുനിയാവിലേക്ക് അയച്ചത്. വളരെയധികം അശക്തമായ അവസ്ഥയിലേക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഈ ദുനിയാവിലെത്തിച്ചു. എന്നിട്ട് ക്രമേണ ഓരോരോ കഴിവുകൾ തന്ന് പടിപടിയായി മനുഷ്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല വളർത്തിയെടുത്തു. അവന്റെ ജീവിതത്തിന്റെ സമയങ്ങളായപ്പോൾ അവന് ആരോഗ്യം നൽകി, അവന് സമ്പത്ത് നൽകി, അവന് ജോലി നൽകി. അവന് നല്ല ജോലിയും അവന് നല്ല തൊഴിലും എല്ലാം നൽകിയപ്പോൾ അതിലെന്തെങ്കിലും തരത്തിലുള്ള കുറവുണ്ടായപ്പോൾ അള്ളാഹുവിനെ കുറ്റം പറയുന്ന മനുഷ്യനാണോ അതോ അള്ളാഹുവിന് വേണ്ടി ക്ഷമിക്കുന്ന മനുഷ്യനാണോ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീക്ഷിക്കുന്നതാണ്. അങ്ങനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും ശ്രദ്ധിക്കും. എൻ്റെ ജീവിതത്തിൽ എന്തെങ്കിലും നഷ്ടങ്ങളുണ്ടായി, എൻ്റെ വാഹനത്തിന് എന്തെങ്കിലും തരത്തിലുള്ളതായ കേടുപാടുകൾ, ബുദ്ധിമുട്ടുകൾ ഉണ്ടായപ്പോൾ നാശമെന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്ന, അള്ളാഹുവിനെ കുറ്റപ്പെടുത്തുന്ന, ആ സമയത്തെ കുറ്റപ്പെടുത്തുന്നവനാണോ ഞാനെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല വീക്ഷിക്കുന്നതാണ്. എൻ്റെ സ്വഭാവം, എൻ്റെ പെരുമാറ്റം അങ്ങനെയുള്ളതാണെങ്കിൽ എന്താവും സംഭവിക്കുക? അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ പറയുകയാണ്, ലഇൻ ശകർതും ലഅസീദന്നകും വലഇൻ കഫർതും ഇന്ന അദാബി ലശദീദ്. എല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഔദാര്യമായി തന്നതായ അനുഗ്രഹങ്ങളാണ്. ഈ അനുഗ്രഹങ്ങളൊന്നും എൻ്റെയോ നിങ്ങളുടെയോ കഴിവ് കൊണ്ടുണ്ടായതല്ല, മറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അനുഗ്രഹമായി, അവന്റെ ഔദാര്യമായി നമുക്ക് നൽകിയതിനെ നാം എന്തെങ്കിലും തരത്തിലുള്ള നഷ്ടകഷ്ടങ്ങൾ ഉണ്ടാകുമ്പോൾ നാം ക്ഷമിക്കാതെ അള്ളാഹുവിനെതിരിൽ, ദീനിനെതിരിൽ വർത്തമാനം പറയുന്നവരാണ് എങ്കിൽ ഇന്ന അദാബി ലശദീദ്, എൻ്റെ ശിക്ഷ എന്ന് പറയുന്നത് വളരെയധികം കാഠിന്യമുള്ളതാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല മുന്നറിയിപ്പ് നൽകുകയാണ്. ഇനി നേരെ തിരിച്ച് അത് അള്ളാഹു നൽകിയതാണ്, അതിനെ അള്ളാഹു തിരിച്ചെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈമാനിന്റെ ബലവത്തായ വർത്തമാനമാണ് നമ്മുടെ വായിൽ നിന്നും വരുന്നത് എങ്കിൽ ലഅസീദന്നകും, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ അനുഗ്രഹത്തെ അധികരിപ്പിച്ച് നൽകും. ലഇൻ ശകർതും ലഅസീദന്നകും, അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയതായ സമ്പത്ത്, ആ സമ്പത്ത് കൊണ്ട് നന്ദി കാണിക്കേണ്ടത് എങ്ങനെയാണ്? എന്തെങ്കിലും തരത്തിലുള്ള ആവശ്യങ്ങളുമായി, എന്തെങ്കിലും തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകളുമായി ഒരു മനുഷ്യൻ നമ്മിലേക്ക് സമീപിക്കുമ്പോൾ അവന് വേണ്ട സഹായം നമ്മാൽ കഴിയുന്നത് നാം ചെയ്തു കൊടുക്കുക.
അവന് എന്തെങ്കിലും തരത്തിലുള്ളതായ ഒരു ആശ്വാസം നൽകുക. ഇനി ഒന്നിനും കഴിഞ്ഞില്ല എങ്കിൽ അവനെ വിരട്ടി ഓടിക്കാതെ അവന് വേണ്ട സാന്ത്വനങ്ങൾ പറഞ്ഞു കൊടുക്കുക. അല്ലാതെ അല്ലാഹു തആല അവന് ഒരു മുസീബത്ത് നൽകിയപ്പോൾ ആ മുസീബത്തിന്റെ പേരിൽ തന്റെ സഹോദരനെ സമീപിച്ചുകൊണ്ട് ഒരു സഹായം അഭ്യർത്ഥിച്ചപ്പോൾ അവനോട് ചൂടായി അവനോട് കയർത്തുകൊണ്ട് വിരട്ടി ഓടിക്കുന്ന സ്വഭാവമാണ് ഉള്ളതെങ്കിൽ സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു സ്വഭാവത്തെ ഇഷ്ടപ്പെടുകയില്ല. അല്ലാഹു നമുക്ക് സമ്പത്ത് നൽകിയിട്ടുണ്ട് എങ്കിൽ അതിന് നന്ദി ചെയ്യുവാനുള്ള ഒരു അവസരമാണ് ആ മനുഷ്യനിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് നൽകിയത്. ഇങ്ങനെയുള്ളതായ ഓരോരോ സാഹചര്യങ്ങൾ വരുമ്പോഴും അത് അള്ളാഹുവിൻ്റെ പരീക്ഷണമാണ്, അല്ലെങ്കിൽ അത് അള്ളാഹു എനിക്ക് നന്ദി ചെയ്യുവാൻ തന്നിരിക്കുന്നതായ ഒരു അവസരമാണ് എന്ന് മനസ്സിലാക്കി യുക്തിയോടുകൂടി ചിന്തിച്ച് പ്രവർത്തിക്കുകയോ എന്നതാണ് ഒരു മുസൽമാനായ മനുഷ്യൻ ചെയ്യേണ്ടത്. നാം ദുരിതങ്ങളെ പറ്റി പറഞ്ഞു വന്നു. ഇങ്ങനെയുള്ളതായ ദുരിതങ്ങൾ വരുമ്പോൾ ഒരു മുഅ്മിനായ മനുഷ്യൻ, ഒരു മുസൽമാനായ മനുഷ്യൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന് ദുരിതങ്ങളും കഷ്ടപ്പാടുകളും നൽകുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു പാഠമാണ് ക്ഷമിക്കുക എന്നുള്ളത്. തൻ്റെ സൃഷ്ടാവിലേക്ക് മടങ്ങുക എന്നുള്ളത് അവൻ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ പാഠമാണ്. രണ്ടാമത്തെ പാഠമായി പരിശുദ്ധരായ മുഫസ്സിരീങ്ങൾ നമ്മെ പഠിപ്പിച്ച് നൽകുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനിക്ക് എന്തെങ്കിലും തരത്തിലുള്ളതായ ഇടങ്ങേറുകൾ നൽകുകയാണ് എങ്കിൽ അവന് അള്ളാഹുവിലേക്ക് പൊടുന്നനെ തിരിഞ്ഞു നോക്കി, അള്ളാഹുവിൻ്റെ അനുഗ്രഹങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കി അവൻ്റെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുവാനുള്ള ഒരു അവസരമാണ്. وَبَلَوْنَاهُمْ بِالْحَسَنَاتِ وَالسَّيِّئَاتِ لَعَلَّهُمْ يَرْجِعُونَ وَبَلَوْنَاهُمْ بِالْحَسَنَاتِ وَالسَّيِّئَاتِ നന്മയായ കാര്യങ്ങൾ കൊണ്ടും വസ്സയ്യിആത്ത് മോശമായ കാര്യങ്ങൾ കൊണ്ടും നാം മനുഷ്യനെ പരീക്ഷിക്കും. ലഅല്ലഹും യർജിഊൻ അവൻ അള്ളാഹുവിങ്കലേക്ക് മടങ്ങുവാൻ വേണ്ടി ഒരു മനുഷ്യന് ധാരാളം സമ്പൽ സമൃദ്ധി നൽകിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പരീക്ഷിക്കും. അതുപോലെ തന്നെ ധാരാളം ദുരിതങ്ങളും ക്ലേശതകളും കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു മനുഷ്യനെ പരീക്ഷിക്കും. ഈ രണ്ട് തരത്തിലുള്ള പരീക്ഷണങ്ങളും എന്തിനു വേണ്ടിയാണ്? ലഅല്ലഹും യർജിഊൻ അള്ളാഹുവിങ്കലേക്ക് കൃത്യമായ രീതിയിൽ മടങ്ങുന്നതിന് വേണ്ടിയാണ്. ചില ആൾക്കാരുടെ സ്വഭാവമുണ്ട്, എന്തെങ്കിലും നല്ല കാര്യങ്ങൾ വരുമ്പോൾ അള്ളാഹുവിനെ സ്തുതിക്കും. എന്നാൽ അവർക്ക് എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ, ബിസിനസ്സിൽ വലിയ ഒരു തകർച്ച ഉണ്ടായി, അല്ലെങ്കിൽ കൃഷിയിൽ എന്തെങ്കിലും നാശങ്ങൾ ഉണ്ടായി, അല്ലെങ്കിൽ തൻ്റെ അള്ളാഹു തആല തന്നതായ അനുഗ്രഹങ്ങളിൽ പൊടുന്നതിന് എന്തെങ്കിലും കുറവുകൾ ഉണ്ടായാൽ നേരെ അള്ളാഹുവിനോട് എതിരാകും. മോശമായ വർത്തമാനങ്ങൾ അവൻ്റെ വായിൽ നിന്നും അത് ഓട്ടോമാറ്റിക്കായി തന്നെ പുറപ്പെടുന്നതായ ഒരു സാഹചര്യമാണ് വരുന്നത് എങ്കിൽ അതെല്ലാം വളരെ അപകടമാണ്. നന്മയായ കാര്യം ജീവിതത്തിൽ സംഭവിക്കട്ടെ, ഇനി അല്ല മോശമാണ് സയ്യിഅത്താണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എങ്കിലും ലഅല്ലഹും യർജിഊൻ രണ്ട് അവസ്ഥയും അള്ളാഹുവിലേക്ക് മടങ്ങുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല തന്നെ അവൻ്റെ ഖുർആനിലൂടെ പറയുകയാണ്. സഹോദരങ്ങളെ, നമുക്കറിയുമല്ലോ മഹാപ്രവാചകൻ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ധാരാളം കഷ്ടപ്പാടുകളും വളരെയധികം വിഷമതകളും വളരെയധികം രോഗത്തിന്റെ ബുദ്ധിമുട്ടുകളും സഹിച്ചതായ ഒരു പ്രവാചകനായിരുന്നു മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം. എത്രത്തോളം എന്ന് പറഞ്ഞാൽ മഹാനവർകൾക്കുണ്ടായിരുന്ന രണ്ട് മക്കൾ, ആ രണ്ട് മക്കളെയും സ്വന്തം കൺമുന്നിൽ തന്നെ ചെന്നായ കടിച്ചു കീറുന്നതായ ഒരു രംഗം മഹാനവർകൾക്ക് കണ്ടു നിൽക്കേണ്ടതായ ഒരു സാഹചര്യമുണ്ടായി. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ രണ്ട് പൊന്നോമനകളെയും ക്രൂരന്മാരായ രണ്ട് മൃഗങ്ങൾ പിച്ചി ചീന്തുന്നത് അദ്ദേഹത്തിന് കണ്ടു നിൽക്കുവാൻ മാത്രമേ സാധിച്ചുള്ളൂ. നമുക്കറിയുമല്ലോ, ഒരു പിതാവിന് അറിയാമല്ലോ തൻ്റെ മക്കൾ നഷ്ടപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വേദന. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ അവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ സ്വന്തം മാതാപിതാക്കൾ ജീവിച്ചിരിക്കുന്ന സന്ദർഭത്തിൽ സന്താനങ്ങൾ മരണപ്പെടുക എന്നുള്ളത് ഏറ്റവും വലിയതായ ഒരു മുസീബത്ത് തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കും നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ പൊന്നോമനകൾക്കുമെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. അങ്ങനെ കുറേയധികം വർഷങ്ങൾ ആ ദുഃഖത്തിലും വിഷമത്തിലുമായിട്ട് മഹാനവർകൾ കഴിഞ്ഞുപോയി. പിന്നെ യഥാ വീണ്ടും വരുന്ന വലിയതായ പരീക്ഷണം. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ തല മുതൽക്ക് കാലിന്റെ വിരല് വരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗം നൽകുകയാണ്. ഒരു മനുഷ്യനും അടുക്കുന്നില്ല, ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കുന്നില്ല. വളരെയധികം ദുർഗന്ധം വമിച്ചുകൊണ്ട് ശരീരത്തിന്റെ മുഴുവൻ ഭാഗങ്ങളും പൊട്ടിയൊലിച്ച് ചലവും ചീഞ്ചലവുമായി മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്.
അള്ളാഹുവിന്റെ പ്രവാചകനാണ്. ഒരു വാക്ക് ദുആ ചെയ്താൽ ഒരു നിമിഷം കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അസുഖത്തെ മാറ്റുവാൻ കഴിവുള്ളവനാണ്. പക്ഷേ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ചെയ്തതെന്തെന്നറിയുമോ? ഒരു തരത്തിലും അള്ളാഹുവിനെ കുറ്റം പറഞ്ഞില്ല. ഈ രോഗം എനിക്ക് വേണ്ടയെന്ന് അള്ളാഹുവിനോട് ആവലാതി പറഞ്ഞില്ല. മാത്രമല്ല, തനിക്ക് ദിക്ർ ചെല്ലുവാൻ പോലും കഷ്ടമാകുന്ന തരത്തിൽ നാവിന്റെ ഭാഗത്ത് പോലും ഇത്തരത്തിലുള്ളതായ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ മാത്രമാണ് മഹാനായ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, അള്ളാഹുവേ, എൻ്റെ നാക്കിന്റെ ഭാഗത്ത് ഇത്തരത്തിലുള്ളതായ ബുദ്ധിമുട്ട് തന്നതുകൊണ്ട് എനിക്ക് ദിക്ർ ചെയ്യുവാൻ, നിനക്ക് വേണ്ടി സ്തുതി പാടുവാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാവുന്നു. അള്ളാഹുവേ, എനിക്ക് അതുകൊണ്ട് മോചനം നൽകണം, ശമനം നൽകണം എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്തത് ഏറ്റവും അവസാന ഘട്ടം എത്തിയപ്പോൾ മാത്രമാണ്. അങ്ങനെ അത്രത്തോളം അള്ളാഹുവിന് വേണ്ടി അവന്റെ കഷ്ടപ്പാടുകൾ മുഴുവനും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ക്ഷമിക്കുകയും അതിന്റെ എല്ലാം തൽഫലമായി അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർവാധികം ആരോഗ്യത്തോടു കൂടിയും സൗന്ദര്യത്തോടു കൂടിയും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ വീണ്ടെടുക്കുകയും ചെയ്തു എന്ന് മഹാനവറുകളുടെ ചരിത്രം നമ്മെ പഠിപ്പിക്കുകയാണ്. ഇങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു നേട്ടം എന്ന് പറയുന്നത്, നമ്മുടെ ജീവിതത്തിൽ ദുരിതങ്ങളും ദുഃഖങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകുമ്പോൾ സൃഷ്ടികളിൽ ആരെല്ലാമാണ് നമ്മോടൊപ്പം ചേർന്ന് നിൽക്കുന്നത് എന്ന് മനസ്സിലാക്കുവാനുള്ള പടച്ചവന്റെ ഒരു പരീക്ഷണം കൂടിയാണ് അത്തരത്തിലുള്ളതായ വിഷമകരമായ ഘട്ടങ്ങൾ. നമുക്കറിയുമല്ലോ, നമ്മുടെ കയ്യിൽ സമ്പത്തുണ്ട്, നമ്മുടെ കയ്യിൽ അധികാരമുണ്ട്, നമ്മുടെ കയ്യിൽ എല്ലാ സൗഭാഗ്യങ്ങളുമുണ്ട് എങ്കിൽ നമ്മെ ആളുകൾ തറയിൽ നിർത്താറില്ല. എല്ലാവരും നമ്മെ പൊതിഞ്ഞ്, എല്ലാവരും നമ്മെ പൊക്കി നടക്കും. എന്നാൽ പൊടുന്നനെ എന്തെങ്കിലും ഒരു അപകടമുണ്ടായി, ഒരു ആപത്തുണ്ടായി, ഉണ്ടായിരുന്ന സമ്പത്ത് മുഴുവനും നഷ്ടപ്പെട്ടു, ഉണ്ടായിരുന്ന ആരോഗ്യം നഷ്ടപ്പെട്ടു, അല്ലാഹു തആല തന്നതായ മുഴുവൻ അനുഗ്രഹങ്ങളും ഇല്ലാതായി പോയാൽ അപ്പോൾ നമുക്ക് മനസ്സിലാകും ആരായിരുന്നു യഥാർത്ഥ കൂട്ടുകാരൻ, ആരായിരുന്നു എൻ്റെ ഒപ്പം ഉണ്ടാവുക എന്ന്. ആ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നതാണ്. അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രത്തിലാണ് എങ്കിൽ മഹാനവറുകളോടൊപ്പം രണ്ട് പേരാണ് അവസാന സമയം വരെയും ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന്, അദ്ദേഹത്തിന്റെ പ്രിയതമ മഹദി അവർകൾ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ട ഖിദ്മത്തുകൾ മുഴുവനും ചെയ്തുകൊണ്ട് മഹാനവറുകളുടെ ക്ലേശകരമായ സമയത്ത് മുഴുവനും കൂടെയുണ്ടായിരുന്നു. മറ്റൊന്ന്, ഒരു കൂട്ടുകാരൻ, അദ്ദേഹവും അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് വേണ്ട ഖിദ്മാത്തുകൾ ചെയ്തുകൊണ്ട് കഴിഞ്ഞുകൂടിയിരുന്നു. അങ്ങനെയുള്ള ആളുകളെ നമുക്ക് തിരിച്ചറിയുവാനുള്ള ഒരു സാഹചര്യം കൂടിയാണ് ഇത്തരത്തിലുള്ളതായ വിഷമഘട്ടങ്ങളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകുന്നത്. സഹോദരങ്ങളെ, നാം ആദ്യം പറഞ്ഞുവല്ലോ, വാൾപ്പാറയിൽ നമ്മുടെ സഹോദരങ്ങൾക്കുണ്ടായ അപകടം. ആ അപകടത്തിന്റെ അവസ്ഥയിൽ പോലും, വിഷമകരമായ അവസ്ഥയിൽ പോലും നമ്മുടെ സോഷ്യൽ മീഡിയകളിലൂടെ നാം കണ്ടിട്ടുണ്ടല്ലോ, മതപരവും വർഗീയതയും ജാതിയും മതവും പറഞ്ഞു തിരിഞ്ഞുകൊണ്ട് വളരെയധികം വലിച്ചു കീറി കൊത്തിവലിച്ചതായ ഒരു കൂട്ടം ആളുകൾ. അങ്ങനെയുള്ളവരെ തിരിച്ചറിയുവാനുള്ള സമയം കൂടിയാണ് ഇത്തരത്തിലുണ്ടാകുന്ന ദുരിതങ്ങളും കഷ്ടപ്പാടുകളും. അതുപോലെ തന്നെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ നാം അറിഞ്ഞതാണ് തൃശ്ശൂരുണ്ടായ വെടിക്കെട്ട് അപകടം. ആ അപകടത്തിലും യഥാർത്ഥമായ മനുഷ്യ സ്നേഹികളെയും മനുഷ്യരെയും അതല്ലാത്തവരെയും നാം തിരിച്ചറിഞ്ഞു. അവർക്ക് വേണ്ട സഹായങ്ങൾ കൊടുത്ത് അവരെ ചേർത്ത് നിർത്തിയതായ ആളുകളെ നാം കണ്ടറിഞ്ഞവരാണ്. ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിലൂടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന സമ്പത്തിനുള്ള നന്ദി, അല്ലാഹു തആല മനുഷ്യർക്ക് വെച്ചിരിക്കുന്നതായ ആ മനുഷ്യത്വം അത് പ്രകടിപ്പിക്കുവാനുള്ള സാഹചര്യങ്ങൾ. ഒരു മനുഷ്യനിക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവൻ്റെ കൂടെ യഥാർത്ഥത്തിൽ ആരെല്ലാം ഒപ്പമുണ്ടാകുമെന്നെല്ലാം മനസ്സിലാക്കുന്നത് ഇങ്ങനെയുള്ളതായ സാഹചര്യങ്ങളിലാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ തരത്തിലുള്ള അപകടങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മയും നാമുമായി ബന്ധമുള്ള എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ മരണപ്പെട്ടു പോയ സഹോദരിമാർ, കുഞ്ഞുങ്ങൾ, ആ സഹോദരങ്ങൾ എല്ലാവർക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല ശുഹദാഇന്റെ പ്രതിഫലം നൽകുമാറാകട്ടെ. അങ്ങനെയുള്ളതായ അപകടങ്ങളിൽ നിന്ന് നമ്മയും നാമുമായി ബന്ധമുള്ളവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല കാത്തുരക്ഷിക്കുമാറാകട്ടെ.